ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ രാവിലെ ഞാനൊരു കട്ടൻ ചായയൊക്കെ ഇട്ട് ഇന്ന് ദോശയാണ് കേട്ടോ കഴിക്കാൻ. ദോശയും ചട്നിയാണ്. ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്കിന്ന് ടെറസിൻ്റെ മേലേക്കൊന്ന് പോയി നോക്കാം. അവിടെ എന്തെങ്കിലുമൊക്കെ പച്ചക്കറി പറിക്കാനായോ എന്ന് നോക്കി വരാം കേട്ടോ. അപ്പോൾ നമ്മൾ ടെറസിൽ വന്നതാണ്. കണ്ട നമ്മളെ തക്കാളിയൊക്കെ പഴുത്ത് നല്ല പാകമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ തക്കാളി ഇന്ന് പൊട്ടിച്ചിട്ടില്ലെങ്കിൽ പിന്നെ കാക്കൊക്കെ എന്തെങ്കിലും ഇങ്ങനെ കൊത്തി റെഡിയാക്കും അത്. അപ്പോൾ നമുക്കത് പൊട്ടിച്ചെടുക്കാം. നല്ല രസമാണല്ലേ, നമ്മളെ വീട്ടിലുണ്ടായിട്ട് അത് നമ്മൾ തന്നെ ഇങ്ങനെ പൊട്ടിച്ചെടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമുക്കാണെങ്കിൽ താഴെ സ്ഥലം കുറവാണ്, ഇങ്ങനെ പച്ചക്കറിയൊക്കെ ഉണ്ടാക്കാനുള്ള ഏരിയ കുറവാണ്, മുറ്റം കുറച്ചേ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ മേലെ പച്ചക്കറി ഉണ്ടാക്കുന്നത്. പക്ഷേ ഇവിടേക്ക് മണ്ണ് കൊണ്ടുവരാനാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്, താഴെ നിന്ന് മേലെ വരെ മണ്ണ് കൊണ്ടുവരാൻ. ഇനി നമുക്ക് മുളക് എടുക്കാം. മുളക് കണ്ട ഏകദേശം റെഡിയായി നിൽക്കുകയാണ്. ചീനമുളക് ഉണ്ട്, ഇത് ഒരു ഉണ്ടമുളക് പോലത്തെ വേറൊരു ഐറ്റം മുളകാണ്. 3-4 ഐറ്റം മുളക് ഇവിടെ ഉണ്ട്. നല്ല വെയിലാണ്, ഭയങ്കര വെയിൽ, നിൽക്കാൻ കഴിയണില്ല. നമുക്ക് വേഗം പൊട്ടിച്ച് വേഗം പോവാം. അപ്പോൾ ഇന്ന് നമുക്ക് കിട്ടിയത് ഇതാട്ടോ, തക്കാളി മുളകും. ഈ തക്കാളി കാണുന്ന ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ, നല്ല ഗ്ലേസിങ് ആണിത്. മുളക് പിന്നെ ഇത് 3 ഐറ്റം. ഇതൊരു ഉണ്ടമുളകാണ് കേട്ടോ, ഇതിനിവിടെ ഉണ്ടമുളക് എന്നാണ് നമ്മൾ പറയണത്. ഇതൊരു പാൽമുളകാണ്, ഒരു വെള്ള കളറിലാണ് ഇതുള്ളത്. പിന്നെ ഇത് നമ്മളെ സാധാ ചീനമുളകാണ്. അങ്ങനെ 3 ഐറ്റം മുളകുകൾ. അപ്പോൾ പണിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഉച്ചയായിട്ടാണ്. അപ്പോൾ ചോറ് തിന്നാൻ വേണ്ടി പോവുകയാണ്. ചോറിലേക്ക് ഇന്ന് സാമ്പാറാണ് കേട്ടോ, ഇന്ന് സാമ്പാറാണ് ഉണ്ടാക്കിയത്. പിന്നെ ഒരു ബീട്രൂട്ട് ഉപ്പേരി, പിന്നെ മീൻ പൊരിച്ചത്. വൈകിട്ട് നമ്മളൊന്ന് ബീച്ചിൽ പോവാണ് കേട്ടോ. ഇത് കൂട്ടായി പടിഞ്ഞാറേക്കര ബീച്ചാണ് കേട്ടോ നമ്മൾ പോണത്. ഈ പടിഞ്ഞാറേക്കര ബീച്ചിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? നമുക്ക് ഏത് വെയിലത്ത് ഉച്ച സമയത്ത് വന്നാലും ബീച്ച് ആസ്വദിക്കാൻ പറ്റും എന്നുള്ളതാണ്. കാരണം എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ഉച്ച സമയത്താണ് വെയിലത്താണ് ബീച്ചിൽ എത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് വെയിലൊന്നും കൊള്ളാണ്ട് ബീച്ച് ആസ്വദിക്കാൻ പറ്റും. കണ്ടോ മരങ്ങൾ, നല്ല ഭംഗിയാട്ടോ കാണാൻ. പിന്നെ ഞങ്ങളിതാ കുറച്ച് നേരം തിരയൊക്കെ നോക്കി ഇങ്ങനെ ഇരുന്നു. ഇന്നാണെങ്കിൽ ബീച്ചിൽ തീരെ ആളുണ്ടായിരുന്നില്ല കേട്ടോ, സൺഡേ അല്ലാത്തതുകൊണ്ടാവാം. പിന്നെ ഞങ്ങളൊരു പാനിപ്പൂരിയൊക്കെ കഴിച്ച് തിരിച്ചു പോവാണ്. ഇത് തുഞ്ചൻ മെമ്മോറിയൽ കോളേജാണ് കേട്ടോ, മലയാള സർവകലാശാല, തിരൂര്. പോകുന്ന വഴിയിൽ ഞങ്ങളൊരു തട്ടുകടയിൽ കയറി മക്രോണിയും ചായയും കുടിച്ചേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം ഇങ്ങനെ കഴിഞ്ഞു. ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.